ഹലോ ഹായ് നമസ്കാരം. സിയോൺ റിയൽറ്റീസിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഈ പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പേരൂർക്കട ഗവൺമെൻറ് ESI ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് സിറ്റിയുടെ നടുവിലാണ്. എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ്. റെഡ് ബ്രിക്കിലാണ്. ഏകദേശം ഒരു 15 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ്. നമുക്കറിയാം പഴയ കാലത്ത് വെക്കുന്ന വീടുകളൊക്കെ തന്നെയും റെഡ് ബ്രിക്കും മണലൊക്കെ ഉപയോഗിക്കുന്നത് അന്നത്തെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാം വളരെ പ്രീമിയം രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് അകത്ത് കയറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര വൃത്തിയും ഭംഗിയുമായിട്ടാണ് ഈ വീട് സൂക്ഷിച്ചിട്ടുള്ളത്. എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. അതുപോലെ ഡ്രെയിനേജ് സൗകര്യമുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള 6.5 സെൻറ്റ് പ്ലോട്ടാണ് കേട്ടോ ഉള്ളത്. 6.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വീടാണ്. താഴെ ഒരു ബെഡ്റൂം, ഒരു സ്റ്റഡി റൂമുണ്ട്. പോകെ മുകളിൽ 2 ബെഡ്റൂം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 റൂമുണ്ട്. നമുക്ക് ഒരു റൂം സ്റ്റഡി റൂം ആയതുകൊണ്ടാണ് ബെഡ്റൂമായിട്ട് നമുക്ക് 3 റൂം പറയുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ തന്നെ 2 റൂമിലെ AC ഉണ്ട്. അപ്പോൾ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സൗകര്യം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഒരു ഇന്നത്തെ ജനറേഷനിൽ താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ, അതും പേരൂർക്കട ജംഗ്ഷനിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിയോൺ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെടുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,80,00,000 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. വേറൊരു വീടുമായിട്ട് വീണ്ടും കാണാം.